മനസ്സിന്റെ പവറിനെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് അവയർനെസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയും. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല മറ്റൊരാളുടെ ജീവിത സാഹചര്യം അല്ലെ വ്യത്യസ്തമാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ചുറ്റിലുള്ള ആളുകൾ പല ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നോക്കുന്നത് നമുക്ക് എന്തില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനല്ല. എനിക്ക് എന്തില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഇത് മതിയോ, എപ്പോഴും മതിയാകില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പലരും ജീവിക്കുന്നത്. ശരിക്കും എനിക്കിത് മാത്രമല്ല, ഇനിയും വേണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ഇമോഷൻ കൊടുക്കുന്നത് എന്തായിരിക്കും? എനിക്കില്ല പരാതിയാണ്. മറ്റുള്ളവർക്കെല്ലാം കിട്ടുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെ ദുരിതത്തിലാണ്, ഞാൻ എന്ത് വിചാരിച്ചത് സക്സസ് ആകുന്നില്ല. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഒരു 10% പേർക്ക് മാത്രമാണ് അവർ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും എന്താ ആവുന്നത്? അവരുടെ മനസ്സിന്റെ അപാരമായ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ നീറി ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി, നല്ല ബന്ധങ്ങൾ, അതുപോലെ സാമ്പത്തിക അവസ്ഥ എല്ലാത്തിലും മാറ്റം വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് കിട്ടുന്നത്, എനിക്ക് മാത്രം എന്താ പ്രശ്നം? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് കുറെ കാരണങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ മനസ്സിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ, ആഴത്തിൽ അറിവ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പുറത്ത് കിടക്കാൻ കഴിയും. നമ്മുടെ മനസ്സിൻ്റെ 2 തലങ്ങളാണ്, കോൺഷ്യസും സബ് കോൺഷ്യസും. 3 തലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡ് അതുകൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും പറയാം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ബോധ മനസ്സ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മുടെ ജോലി ചെയ്യുന്നു. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് പോകുന്നു, അല്ലെ? ബോധത്തോടു കൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. രാത്രിയാവുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നു, അല്ലേ? പക്ഷേ രാവിലെ മുതൽ രാത്രി വരെയും, രാത്രി മുതൽ രാവിലെ വരെയും 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ വേറൊരു തലമുണ്ട്. ഇതാണ് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും ബോധ മനസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്, അറിയുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം, വ്യക്തികള്, വസ്തുക്കള് എല്ലാവരും നമ്മെ തളർത്തിയിടും. ഒരു ചങ്ങലയ്ക്കുള്ളിൽ തളർത്തി ലൂപ്പോയിൽ നമ്മൾ കിടന്നിങ്ങനെ അങ്ങോട്ടും പോകാൻ കഴിയില്ല, ഇങ്ങോട്ടും പോകാൻ കഴിയില്ലാത്ത രീതിയിൽ നമ്മൾ പെട്ടുപോകും, അല്ലേ? പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഒന്ന് പുറത്ത് കിടക്കണം. പ്രത്യേകിച്ച് ലേഡീസാണ് ഇതിന് കൂടുതലായിട്ടും, അവരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ മെയിൽസ് അവർക്ക് പുറത്ത് പോയി കഴിയുമ്പോൾ ആളുകളോട് ഇടപഴകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടേത് നീങ്ങും. പക്ഷെ ലേഡീസിനെ സംബന്ധിച്ച് അവർ ജോലിക്ക് പോയാലും അവിടെയും ഉണ്ടാവും പല പ്രശ്നങ്ങളും. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മളെല്ലാ ഇമോഷനും സപ്രസ് ചെയ്ത് വെക്കും. ചില ആളുകളെല്ലാം തുറന്നു പറഞ്ഞത് ഒഴിവാക്കും. ചില ആളുകളാണെങ്കിൽ മനസ്സിൽ ഒരുപാട് കലത് കൊണ്ട് നടക്കും. ഈ കൊണ്ട് നടക്കുന്നത് പല രോഗങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞാൻ എന്തുകൊണ്ട് എപ്പോഴും ദുരിതം അനുഭവിക്കുന്നത്? ഇപ്പം നല്ല ജോലി എനിക്കുണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല പഠിപ്പുണ്ട്, പക്ഷെ എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയായിപ്പോയി, ഇങ്ങനെ പറഞ്ഞ് വിലപിക്കുന്നവരുണ്ട്. പല കാരണങ്ങളും ഉണ്ട്. ചിലർക്ക് ജോലി ഇല്ലാത്ത പ്രശ്നം, ചിലർക്ക് ജോലിയുണ്ട് പക്ഷെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. ചിലർക്കാണെങ്കിൽ കുഞ്ഞിലേ മുതലേ പ്രശ്നങ്ങൾ, വളരെയധികം ബുദ്ധിമുട്ടുകൾ, വളരെയധികം പ്രയാസങ്ങൾ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, അനാവശ്യമായ കരച്ചിൽ വരിക, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും പലരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മനസ്സിനെ കുറിച്ച് എന്നാണോ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടുന്നത്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവ് കിട്ടുന്ന സമയം മുതൽ നമ്മൾ മാറാൻ തുടങ്ങും. ഇവിടെ നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. എങ്ങനെ എനിക്കൊരു മാറ്റം ഉണ്ടാക്കാം, ആ മാറ്റം കൊണ്ടുവന്ന് എൻ്റെ ലൈഫിൽ ഇങ്ങനെ അത്ഭുതകര റിസൾട്ട് കൊണ്ടുവരാം എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്കൊക്കെ ഒരാഗ്രഹമല്ലേ, നമ്മളൊന്ന് ഉയർന്നു കാണണം, സ്വയം ഉയരണം. എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യാൻ മറ്റുള്ള ആളുകളെയാണ്. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നോട് അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് എന്നോട് സ്നേഹമില്ല. നമ്മളെപ്പോഴും പലപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. ഇത് നമ്മളെ വളർത്തുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല, താഴ്ത്തുകയാണോ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? വാലിഡേഷന് വേണ്ടിയൊക്കെ കാത്തു നിൽക്കും, മറ്റുള്ളവരുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കും, നോ പറയാൻ പറ്റില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഇവിടെ നമുക്കൊക്കെ വേണ്ടത് അവയർനെസ്സാണ്. മനസ്സിനെ കുറിച്ചുള്ള അവയർനെസ്, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അതിന് കാരണമുണ്ട്, അതിനെക്കുറിച്ചുള്ള അവയർനെസ് കിട്ടി തുടങ്ങുമ്പോൾ നമ്മളവിടുന്ന് മാറാൻ തുടങ്ങും. ബോധ മനസ്സ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും അതെന്ത് ചെയ്യുന്നത്, ഉറങ്ങുന്നുണ്ട്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് ആ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണ്. ഈ ബോധത്തോടു കൂടെ നമ്മൾ ചിന്തിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്, ചില അഭിപ്രായങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട്. ഇതെല്ലാം
നമ്മൾ റിയാലിറ്റി ആണെന്ന് കരുതി കൊടുക്കുന്നത് എവിടേക്കാ? സബ് കോൺഷ്യസിലേക്കാണ്. അതായത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങൾ കൊടുക്കുകയാണ്, കുറേ ദിവസങ്ങളായി ഇത് തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബിലീഫായി മാറാൻ തുടങ്ങും. നിങ്ങൾ ഈ കോർ ബിലീഫായി ഇത് മാറിക്കഴിയുമ്പോൾ പിന്നെ വരുന്ന റിയാലിറ്റി എന്താണ്? ഈ നെഗറ്റീവ് തോട്ടില്ലേ, അതിനോടനുബന്ധിച്ച സാഹചര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യും നിങ്ങളുടെ ലൈഫിലേക്ക്. ഇതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആയി, നമ്മൾ ആകെ വേർത്ത് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച നെഗറ്റീവ് തോട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഇത് നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് അല്ലെ, ബോധ മനസ്സാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ നമ്മൾ അറിയാതെ പല അവയവങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല, അറിയാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ശ്വസിക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ടോ? ശ്വസിക്കുന്നത് ബോധ മനസ്സിന്റെ പ്രവർത്തനം മൂലമല്ല, സബ് കോൺഷ്യസ് മൈൻഡാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അറിയാത്ത ഒരുപാട് ശരീരത്തിലെ നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ ഒരുപാട് ഘടകങ്ങളെ, അത് രക്തം വേർതിരിക്കുക, ഈ ആന്തരിക അവയവം ബന്ധപ്പെട്ട എല്ലാം സൂക്ഷ്മമായ എല്ലാം ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഇതിന് വളരെയധികം പവർ ഉണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം. അപ്പൊ രാവിലെ എഴുന്നേൽക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം, അലാറം വെക്കാതെ. നിങ്ങളൊന്ന് മനസ്സിൽ ആ ഒരു ചിന്ത, ആഗ്രഹം ശക്തമായിട്ടൊന്ന് കൊടുത്തു നോക്കിയേ. നിങ്ങൾ നല്ല ഫീലിങ്സ് കൊടുത്ത് നല്ല ശക്തമായിട്ട് ആഗ്രഹിച്ച് 5 മണിക്ക് എഴുന്നേക്കും എന്ന് ആഗ്രഹിച്ച് കിടന്ന് ഉറപ്പായും എത്ര ഉറക്കമുണ്ടെങ്കിലും ആ ഒരു സമയം, കൃത്യസമയമാകുമ്പോൾ നമ്മൾ ഉണരുന്നുണ്ട്, നമ്മൾ ഉണർത്തുന്നുണ്ട്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. ഈ ഒരു പവർ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ. പക്ഷെ പലർക്കും അത് സാധിക്കാത്തതിന് കാരണം നമ്മുടെ ഉള്ളിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ നമ്മുടെ പഴയ ബിലീഫ് സിസ്റ്റം, പഴയ വേദനകൾ, പഴയ ഹാബിറ്റുകൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചതിനാലാണ്. ഇതെടുത്ത് കളയാതെ, അതായത് ഈ പെയിൻഫുൾ സിറ്റുവേഷനെ എടുത്ത് കളയാതെ നമുക്ക് അവിടെ റീപ്രോഗ്രാമിങ് നടക്കുകയില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെടുത്ത് കളയണം. ഇത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ? പറ്റും. ഹീലിങ്ങിലൂടെ നമുക്കത് സ്വയമേ ചെയ്യാവുന്നത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലെല്ലാം പെയിൻ എടുത്ത് കളഞ്ഞ് അവിടെ ഒരു സ്പേസ് വരാൻ തുടങ്ങും. ഒരു ആ മൊബൈലിൽ ഒരുപാട് ഡാറ്റയുണ്ട്. പക്ഷെ ഇത് നിറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ഡാറ്റ കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അത് ഡിലീറ്റ് ചെയ്ത് കളയല്ലേ. ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ള മാത്രം വെച്ച് ബാക്കി ആവശ്യമില്ലാത്തതെല്ലാം കളയും. സെയിം സാധനം തന്നെ ഇവിടെ ചെയ്യുന്നത്. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത നമ്മളുടെ പെയിനൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ ഹീൽ ചെയ്ത് അവിടെ ഒരു സ്പേസ് വരുമ്പം പോസിറ്റീവായ വാക്യങ്ങളും പോസിറ്റീവായ ചിന്തകളും കൊടുക്കുമ്പോൾ നമ്മൾ മാറാൻ തുടങ്ങും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അപാര ശക്തിയുള്ള ഒന്ന് തന്നെയാണ്. അതിനെ കൃത്യമായി ട്രെയിൻ ചെയ്ത് നമ്മളെ വഴിക്കതിൽ കൊണ്ടുവന്ന മാഗ്നറ്റിക് പവറാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ ആഗ്രഹിച്ച ഓരോന്നും പതിയെ നമുക്ക് സക്സസ്സിലോട്ട് എത്തിക്കാൻ സാധിക്കും. ഇതിന് വേണ്ടത് പേഷ്യൻസും 2 വിശ്വാസവുമാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജ്, ഇമോഷനാണ്. അല്ലാതെ നമ്മൾ പറയുന്ന വാക്കുകളോ ഒന്നുമല്ല. നമ്മൾ എന്ത് ഇമോഷനാണോ കൊടുക്കുന്നത്, എന്ത് ഇമേജാണോ നമ്മുടെ മനസ്സിലുള്ളത്, അതിനനുസരിച്ച് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന പ്രാക്ടീസുകളാണ് ഇനി അടുത്ത ഒരു സെഷനിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ സെഷൻ എല്ലാവരും കൃത്യമായി കേൾക്കുക, മനസ്സിലാക്കുക, അവെയർ ആയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ഇതിനു മുൻപ് ചെയ്ത വീഡിയോ തീർച്ചയായും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. നന്ദി. താങ്ക് യു.